രാജപ്പന്റെ കയ്യിൽ നിന്നും പണം തിരികെ വാങ്ങാൻ ഗുണ്ടകളെ അയക്കുന്ന വിശ്വനാഥൻ. രേവതിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന സുനന്ദ രേവതിയോട് ജോലിയിൽ തുടരാൻ ആവശ്യപ്പെടുന്നു. അർച്ചന തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ശ്യാമള നിരഞ്ജനെയും കുഞ്ഞിനെയും മൂന്നാറിലേക്ക് മാറ്റിയ ശേഷം സിംഗപ്പൂരിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സുധി. ശ്യാമളയെ വിളിക്കാൻ അർച്ചനയ്ക്ക് ഫോൺ കൊടുക്കുന്ന ചന്ദ്രിക. നിരഞ്ജനയുടെ പ്രസവം സിംഗപ്പൂരിലായിരിക്കുമെന്ന് ഗീതയോട് കള്ളം പറയുന്ന ജയന്തി. അർച്ചനയെ ഇനി ഉപദ്രവിക്കരുതെന്ന് രാജപ്പനോട് അപേക്ഷിക്കുന്ന ശ്യാമള. ഫോൺ ചോദിച്ചെത്തുന്ന സജിയെ ഭയപ്പെടുത്തി തിരിച്ചയക്കുന്ന സുനന്ദ. ഒരു അനാഥ കുഞ്ഞ് പെരുമ്പടപ്പ് വീട്ടിലേക്ക് വരുന്നത് തടയാൻ വിശ്വനാഥൻ ശ്രമിക്കുമെന്ന് നിരഞ്ജന. വിശ്വനാഥനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന ജയന്തി. കുഞ്ഞുമായി മൂന്നാറിലേക്ക് പോകരുതെന്ന ജയന്തിയുടെ ആഗ്രഹത്തെ എതിർക്കുന്ന നിരഞ്ജന. അർച്ചന ഗർഭിണിയാണെന്ന കാര്യം സുധി അറിയാത്തത് മുതലെടുക്കണമെന്ന് കാർത്തിയായനി. തന്റെ കുഞ്ഞിനെ വളർത്താൻ നിരഞ്ജനയോട് ആവശ്യപ്പെടുന്ന അമ്മാളു. ആവശ്യപ്പെടാനുള്ള കാരണം എന്താ അക്ക? ഇതേ വേണ്ടുകോൾ. ആ കൊച്ചിന്റെ കാര്യം അതിന്റെ തന്തേരെ ആൾക്കാർ നോക്കിക്കൊള്ളും. പിന്നെ അർച്ചനയെ കണ്ടുപിടിക്കണമെന്ന് അശോകനോട് പറയുന്ന രാജപ്പൻ. രാത്രിമഴ തുടരുന്നു. എന്തായി യശാനെ? ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ആംബ്രോസിന്റെ മൂത്ത പെങ്ങളാ പാലോട്ട് താമസിക്കുന്നത്. ഇളയതാണെങ്കിൽ പരതന്നൂര്. കാർത്തികേയനിക്ക് വിശ്വസിച്ച് കൊണ്ടുവരുത്താൻ പറ്റിയ വീടുകൾ അതൊക്കെയല്ലേ ഉള്ളൂ. എന്തായാലും നല്ല വാർത്തയായിട്ട് ആശ വന്നത്. ആംബ്രോസ് അല്ലാതെ വേറെ ആരുടെ പിന്തുണയും അവക്കുള്ളത്. എത്ര പണം കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു ഗർഭിണി പെണ്ണിനെ ആരും കൂടെ നിർത്തില്ല. ആ രണ്ട് വീടുകളിൽ ഒന്നിൽ അർച്ചന എന്തായാലും കാണും. രായപ്പൻ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യം കാർത്തിയാനിക്കും അറിയാം. ആംബ്രോസിന്റെ പേര് പിടിച്ച് രായപ്പൻ പോത്തില്ലയോ? അങ്ങനെ ചിന്തിക്കാതിരിക്കാനേ മണ്ടിയൊന്നും അല്ല കാർത്തിയായനി. അതുകൊണ്ട് ആ വീടുകളിലൊന്നും കാർത്തിയാനി അർച്ചനെ കൊണ്ട് നിർത്തത്തില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ആശാനെ. ഒന്ന് അന്വേഷിക്കുന്നല്ലേ നല്ലത്. ആ, അന്വേഷിക്കുന്നത് നല്ലത് തന്നെ. കുന്തം പോയാൽ കുടത്തിലും തപ്പണമല്ലോ. പിന്നെ രായപ്പോ സ്വന്തം പേര് പറഞ്ഞ് അങ്ങോട്ട് പോവല്ലേ? അത് പിന്നെ എനിക്കറിയില്ലേ. മൂത്ത പെണ്ണിന്റെ പേര് ചന്ദ്രിക എന്നാ. ലോഡിംഗ് തൊഴിലാളി ആയിരുന്നു അവളുടെ ഭർത്താവ്. തടി വീണാ മരിച്ചേ. ആ വിവരം പറഞ്ഞ് അന്വേഷിച്ച വീട് കണ്ടുപിടിക്കാം. ഇളയ പെണ്ണിന്റെ പേര് രമണി എന്നാ. ഭരതന്നൂരിലെ അങ്കനവാടിയിലെ ആയ. രണ്ട് വീടും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. രായപ്പ വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. അത് വേണ്ട ആശാനെ. ചെന്ന് കയറേണ്ടത് ഞാൻ തനിച്ചായിരിക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു തവണ കൂടി നിരഞ്ജന അമ്മാളുവിനെ കാണാൻ പോയാൽ ഞാനത് ചെയ്യും. അമ്മാളുവിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുന്നത് ഗുണത്തേക്കാൾ ദോഷേ ചെയ്യും. നിരഞ്ജനയെ പേടിച്ച് ഫൈസി അത് ചെയ്യരുത്. ഡെലിവറി എന്തായാലും മറ്റൊരു ഹോസ്പിറ്റലിൽ വെച്ച് നടക്കാൻ സാധ്യതയില്ല. വർമ്മ സാർ അതിനെ അനുകൂലിക്കില്ല. കുറച്ച് ദിവസത്തേക്ക് മാറ്റുന്ന കാര്യം സാറിനെ വിളിച്ചു ചോദിച്ച് സമ്മതം വാങ്ങണം. മറ്റൊരു വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകണം. നിരഞ്ജനയുടെ പിടിയിൽ നിന്നും അവളെ മോചിപ്പിച്ചേ തീരൂ. ഫൈസിക്ക് അതിന് കഴിയില്ല. അവൾ എന്ത് ചെയ്യുന്നാ പറയുന്നേ? ഒരു സ്വപ്നം കണ്ടതുപോലെ മറന്നു കളയാനേ നിരഞ്ജനയ്ക്ക് കഴിയൂ. അമ്മാളുവിന്റെ ഡെലിവറി ഒന്ന് കഴിയട്ടെ. അതിനുശേഷം കുഞ്ഞിനെ കൊടുക്കണോ വേണ്ടയോന്ന് അപ്പൊ തീരുമാനിക്കാം. അവൾ 6 മാസം പ്രഗ്നൻസി അഭിനയിക്കുന്ന കാര്യം ഫൈസി മറന്നോ? ഞാൻ പറഞ്ഞു അവളോട് ഗർഭിണിയായിട്ട് അഭിനയിക്കാൻ. ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് കരുതി ലോകത്തിൽ ആരെങ്കിലും ഇതുപോലൊരു നാടകത്തിന് ധൈര്യം കാണിക്കും? അതിൽ അവൾക്ക് പങ്കില്ല. സുധിയ അങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത്. ഞാൻ സുധിയെ ഒന്ന് കാണുന്നുണ്ട്. ഇനി അവൾ അമ്മാളുവിന്റെ പിന്നാലെ പോയാൽ ഭാര്യയുടെ ഗർഭം അലസിപ്പോയെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ടി വരുമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തണം. മണി 11 വന്ന് കിടക്കുന്നില്ലേ? ആ പെൺകുട്ടിയുടെ സിസേറിയൻ എന്നാണെന്നാ പറഞ്ഞേ? തിങ്കളാഴ്ച. കുറച്ചു മുമ്പ് ഭാഗ്യം വിളിച്ച് കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞു. അവളെങ്ങനെ സങ്കടപ്പെടാതിരിക്കും? നിരഞ്ജന എന്നോട് പറയാത്തതാ. അവിടെ എന്തോ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതുണ്ടാവില്ലേ ജയന്തി? നമ്മളാണെങ്കിൽ അവളെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് പറഞ്ഞു വിടും. ഭാഗ്യം എതിർത്തിട്ടുണ്ടാവും. ഉണ്ണിത്താന് പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. ഉണ്ണിത്ത സാറുമായിട്ട് അവളെ ഇടഞ്ഞ് സംസാരിച്ചെന്നൊക്കെയാ കേട്ടത്. എന്നോട് അയാൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അർച്ചനയുടെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞപ്പോ ആ വിവരം നിരഞ്ജന അറിയരുതെന്ന് പറഞ്ഞ മനുഷ്യനാ. അയാളുടെ ആ ഭാവം കണ്ടപ്പോ സഹതാപമാ തോന്നിയത്.
കുഞ്ഞിനെ സ്വീകരിക്കുന്നത് മാത്രമല്ല പ്രശ്നം. മൂന്നാറിലേക്ക് അവർ ചെല്ലാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ച് ആത്മഹത്യക്ക് തുല്യമാ അത്. പിന്നെ ഉണ്ണിത്ത സാറിന് ഒരു പെങ്ങളുണ്ട്, ഭാമിനി. അങ്ങനെ ഒരു പെങ്ങളെ പറ്റി ഉണ്ണിത്താൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതായിരിക്കും പറയാത്തത്. സ്റ്റേറ്റ്സിലാ അവര്. ഭാഗ്യമൊന്നും വിട്ടു പറയുന്നില്ല. കടുത്ത ശത്രുതയിലാ അവരെന്ന് തോന്നുന്നു. കാര്യങ്ങളൊന്നും തുറന്ന് പറയാത്ത സ്ഥിതിക്ക് നമ്മളായിട്ട് ചോദിക്കാൻ നിൽക്കണ്ട. സുധി സിംഗപ്പൂരിൽ പോയാൽ പിന്നെ മൂന്നാറിൽ കൂടെ നിൽക്കാൻ നിരഞ്ജന ഭാമിനെ വിളിച്ചത്രേ. അവിടെ കൂടെ ഒരാൾ വേണമെന്ന് അവൾക്കറിയാം. ഇനി അങ്ങോട്ട് തിരിച്ചു ചെല്ലില്ല എന്നൊക്കെ പറഞ്ഞാ നിരഞ്ജന ഉയ്യാരത്തുനിന്ന് ഇറങ്ങിയത്. കാര്യങ്ങൾ അത്രത്തോളം വഷളായോ? അതെ, വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അവൾ ഏതാണ്ട് അവസാനിപ്പിച്ച മട്ട. അവള് വീട്ടുകാരെ പിണക്കിയത് സുധിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഭർത്താവിന് വേണ്ടി ഒരു പെണ്ണ് ഇത്രത്തോളം ത്യാഗം സഹിക്കില്ല. ജയന്തിക്ക് ഈടെയായിട്ട് അവളെ വാഴ്ത്തി പറയാനേ സമയമുള്ളൂ. എങ്ങനെ വാഴ്ത്താതിരിക്കും? എനിക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ അവളേക്കാൾ ഞാൻ എന്റെ മരുമകളെ സ്നേഹിച്ചേനെ. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് അവളോടുള്ള കടപ്പാട് ഒരു കാലത്തും തീരില്ല. ഇപ്പൊ ഈ പറയുന്ന നാവ് കൊണ്ട് മാറ്റി പറയുന്നൊരു കാലം വരാതിരിക്കട്ടെ. ഇനി എന്ത് മാറ്റി പറയാനാ ഉള്ളത്? അർച്ചനയെ പൂജിച്ചിരുന്ന സുധിയുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ നിരഞ്ജനയ്ക്ക് സാധിച്ചില്ലേ? ഒടുവിൽ ഭർത്താവിന്റെ കുറവ് അവള് സ്വന്തം വിധിയായി സ്വീകരിച്ചു. വീട്ടുകാരെ വെറുപ്പിച്ച് അവന് വേണ്ടി ജീവിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം? എന്റെ മരുമകളെ പോലൊരു പെണ്ണ് ഈ ലോകത്തില്ലെന്ന് ഞാൻ നെഞ്ചി കൈവച്ച് പറയും. ചക്കയുടെ കാലം വന്ന ഇവിടെയൊക്കെ പിന്നെ ഇത് തന്നെയെന്നും. നിനക്ക് എങ്ങനെ വെക്കുന്നതാ ഇഷ്ടം? ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഓ, നിന്നോട് ഇഷ്ടം ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി. എന്തായാലും നിന്റെ കൊച്ചിന്റെ അച്ഛൻ ഭാഗ്യം കെട്ടവനാ. അതെന്താ ചേച്ചി? നിന്നെപ്പോലൊരു പെണ്ണിനെ അവൻ കൈവിട്ട് കളഞ്ഞില്ലേ? ആരാ ഈ സമയത്ത്? ചേച്ചി, ചിറ്റപ്പൻ. നിന്റെ ചിറ്റപ്പനോ? ചേച്ചി, ഞാൻ എന്ത് ചെയ്യും? നീ വേഗം മുറി കയറി വാതിലടച്ചോ. ചെല്ലേ. ആരാ? ആംബ്രോസിന്റെ മൂത്ത പെങ്ങള് ചന്ദ്രികയല്ലേ? അതെ, നിങ്ങളെ മനസ്സിലായില്ല. പറയാന്നേ, ഞാൻ ആംബ്രോസിന്റെ പരിചയക്കാരനല്ലേ. നിങ്ങൾ ആരാ എന്താന്ന് പറയാതെ അകത്ത് കയറുന്നത് ശരിയല്ല. ഇവിടെ ഞാനും എന്റെ 2 മക്കളും മാത്രമേ ഉള്ളൂ. ആംബ്രോസിന്റെ പെങ്ങള് എന്റെയും പെങ്ങളാ. പെങ്ങൾ എന്നെ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവളെ ഒന്ന് കാണാൻ വന്നതാ. ആരുടെ കാര്യം നിങ്ങൾ പറയുന്നേ? അർച്ചനയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച് വന്നതാ. നിങ്ങൾക്ക് വീട് തെറ്റിയെന്നാ തോന്നുന്നത്. ഇവിടെ ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. നീ എന്റെ മുന്നിൽ പൊട്ടം കളിക്കില്ല ചന്ദ്രിയെ. ഞാൻ പറഞ്ഞിട്ടല്ലേ അവളെ കാർത്തികന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരാ? ആംബ്രോസിന്റെ ആശാനല്ലേ ഞാൻ. നിങ്ങൾക്ക് പേരൊന്നുമില്ലേ? എന്റെ പേര് നടേശനെന്ന. കാർത്തികന് നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവളുടെ കൊച്ചിനെ വെച്ച് ഞങ്ങൾ ചില നീക്കുപോക്കുകൾ നടത്തിയ. ഞാനിങ്ങോട്ട് വരുന്ന വിവരം പറഞ്ഞപ്പോൾ അർച്ചനയെ കണ്ടിട്ട് വരാൻ കാർത്തിയാനി പറഞ്ഞു. ദാ, നിനക്ക് തരാൻ കുറച്ച് കാശ് തന്നിട്ടുണ്ട്. ദാ, കാർത്തിയാനി തന്നു വിട്ടതാ. ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന കാർത്തിയാനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അതുകളാ ആംബ്രോസിന്റെ പണി. പിന്നെന്താ? അവന് ഓട്ടോറിക്ഷ ഓടിക്കുന്നതേ എനിക്കറിയൂ. ഞാൻ അവനെ കണ്ടിട്ട് വർഷം 4ആയി. എന്റെ കുട്ടികളുടെ അച്ഛൻ മരിച്ചപ്പോൾ മുഖം കാണിച്ചിട്ട് പോയതാ. ഞാനും എന്റെ പിള്ളേരും എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും തിരിഞ്ഞു നോക്കാത്തവനാ ക്ഷേമം അറിയാൻ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്.
എനിക്ക് 2 പെൺകുട്ടികളാ. അവരുടെ ഭാരം അവന്റെ തലയിലാവുന്ന കരുതിയാ അവൻ ഒഴിഞ്ഞു മാറുന്നത്. എനിക്കത് നന്നായിട്ടറിയാം. ആ പിന്നെ അനീതിയുമായിട്ട് അവൻ നല്ല അടുപ്പത്തിലാ. നിങ്ങളീ പറയുന്ന ആള് ചിലപ്പോ അവിടെ കാണും. ആ നിങ്ങൾക്ക് പേര് തെറ്റിപ്പോയതാ. നിങ്ങളൊന്ന് പോയെങ്കിൽ ഉപകാരമായി. പുരുഷന്മാരില്ലാത്ത വീടായത്. ഇതുവരെ ആരെയും കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെയാ ഞാൻ ജീവിച്ചത്. ആ പിന്നെ വീട് തെറ്റി ഇവിടെ വന്ന വിവരം അവനോടൊന്ന് പറഞ്ഞേക്കണം. വാ. കാർത്തികേയനെ പേടിച്ചതിൽ ഒരു തെറ്റും പറയാനില്ല. അയാൾ ഇവിടെ എത്തിയില്ലേ? അകത്തേക്ക് കയറി വരുമെന്ന് ഞാൻ പേടിച്ചു. അയാള് കേറാൻ നോക്കി, ഞാൻ സമ്മതിച്ചില്ല. ചിറ്റപ്പൻ ഇവിടെ എത്തിയ വിവരം കാർത്തു ചേച്ചി അറിയിക്കരുത്. എന്നെ ഇവിടുന്ന് മാറ്റും. അയാൾക്ക് സംശയമില്ലാത്ത നിലയ്ക്ക് ഞാൻ ആരോടും പറയില്ല. പക്ഷെ ഒന്നും ഓർക്കണം, ഏത് നിമിഷവും പിടിക്കപ്പെടുന്ന അവസ്ഥയിലാണ് നീയെന്ന്. ഈ 500 രൂപ നോട്ടിന്റെ ഒരു കാര്യം 100 രൂപ നോട്ടിന്റെ അടിയിൽ വെക്കാനും പറ്റത്തില്ല, മുകളിലോട്ട് ഇരിക്കത്തുമില്ല. അത് ശരി ചേച്ചി, എന്റെ കയ്യിൽ നിന്ന് ഒരു 500 നോട്ട് കളഞ്ഞുപോയി. പിന്നെ ഉത്സവ കച്ചവടത്തിനുണ്ടായ നഷ്ടം നമുക്ക് തീർക്കണോടാ. അതിന് എക്സൈസുകാരെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരിക്കല്ലേ. അതൊക്കെ നമ്മൾ എത്ര കണ്ടതാടാ. അല്ല രാഘവൻ എന്താ രാവിലെ? ആ ഞാൻ ഇന്നലെ വണ്ടി കയറി. അത് മനസ്സിലായി. രാഘവൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തുവാ? ആ നീയല്ലടി എത്രയും പെട്ടെന്ന് കാശ് എത്തിക്കാൻ പറഞ്ഞു. അത് കേട്ട ബാധി കാശും കൂടി ഞാനിങ്ങ് പോകുന്നു. നിന്നോടത് അക്കൗണ്ടിലിടാനല്ലേ ഞാൻ പറഞ്ഞത്? നീ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തില്ലടാ? ഞാൻ അപ്പം തന്നെ അയച്ചു കൊടുത്തു ചേച്ചി. എഴുതാനും വായിക്കാനും അറിയാതെ ഞാൻ എങ്ങനെയാണ് ഇത് വായിക്കുന്നത്? ഞാനത് കണ്ടത് പോലുമില്ല. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോൾ നിന്നെ പ്രയാസപ്പെടുത്തണമെന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ഇതാ 50,000 രൂപയുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പം എത്ര ആകുമെന്ന് കണ്ടറിയണം. കാശിന്റെ കാര്യം ഓർത്തൊന്നും നീ വിഷമിക്കണ്ട. പെണ്ണിന്റെ പ്രസവം നടന്നു കിട്ടണം. അതെ, ഞങ്ങൾ കുളത്തൂപ്പുഴ പോകാൻ ഇറങ്ങിയതാ. നാളെ മുതൽ ഉത്സവം തുടങ്ങാൻ പോവാ. നീ വാ, നിന്നെ തെന്മല വിടാം. ഞാനിതൊരു വന്നതല്ലടി. ഇനി അർച്ചനയും കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് അങ്ങ് പൊക്കോളാം. അവളുടെ സുഖകരമൊക്കെ അന്വേഷിക്കാതെ പോകുന്നതെങ്ങനെ? അതൊരു മര്യാദ കേട്ട പോക്കല്ലടി. മര്യാദകേട് കാണിക്കുന്നത് നീയാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, പ്രസവം കഴിയുന്നവരെ അവളെ കാണാൻ പറ്റത്തില്ലെന്ന്. രൂപ 1,00,000 വാങ്ങി മടി വെച്ചിട്ടേ നീ ഞഞ്ഞാവിഞ്ഞ പറയരുത്. അവളെ ഒന്ന് കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. കാശ് വാങ്ങിയെന്ന് വെച്ചേ എന്തും പറയാവുന്ന രാഘവൻ കരുതല്ലേ. എടി എനിക്ക് അവളെ കൂടെ കൊണ്ടുപോകാനൊന്നും അല്ല. ഒരു 5 മിനിറ്റ് കൂടുതൽ ഞാൻ അവിടെ നിൽക്കത്തില്ല. ഇനിയും ചോദിക്കുമ്പോൾ കാശ് തരാനുള്ളല്ലടി. അവളെ കാണാനേ പാടില്ലെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അതെ, ഞാൻ അവിടെ ചെന്നിട്ടേ ഒരു 50 കൂടി മുത്തുവിന്റെ കൊടുത്തു വിടാം. അതൊന്നും ശരിയാവില്ല. നീ ആരുടെ അഭിപ്രായം പറയാൻ? ആ നീ ഒന്ന് വന്നടി. എനിക്ക് 12 മണിക്കുള്ള വണ്ടിക്ക് തിരിച്ചു പോകാനുള്ള കാശിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടാ പണിയും കളഞ്ഞ് ഓടി വന്നത്. നീ വന്നേ. ചേച്ചി ചെവള ചന്ദ്രേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോകരുത്. എന്റെ പെങ്ങളുടെ വീടാണെന്ന് ചേച്ചി ഓർക്കണം. അവൻ ഇങ്ങനെ കട്ടായം പിടിച്ച് നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുവടാ? ഞാനൊന്ന് പറഞ്ഞ് മയപ്പെടുത്തി നോക്കട്ടെ. ഫൈസി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഫൈസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊന്നും
ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് നിരഞ്ജനോട് ഞാൻ പറയാത്ത ദിവസങ്ങളില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി എന്തുകൊണ്ട് നിരഞ്ജനയ്ക്ക് ക്ഷമിച്ചുകൂടാ? ആ ഹോസ്പിറ്റൽ വർമ്മ സാറിന്റെ കസിൻ്റേതാ. എന്റെ മാത്രം കൺട്രോളിലല്ല കാര്യങ്ങൾ. നിരഞ്ജനയെ ഭയപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ അമ്മാളുവിന്റെ കാര്യത്തിൽ വർമ്മ സാർ ഇടപെട്ടിട്ടില്ല. പക്ഷേ അവൾക്ക് നിരന്തരം വിസിറ്റേഴ്സ് ഉണ്ടെന്നറിഞ്ഞ കഥ മാറും. വർമ്മ സാറിന്റെ ആളുകൾ ഒരിക്കൽ അമ്മാളുവിനെ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നതാ. ഗോവയിലേക്ക് അവളെ കൊണ്ടുപോകാൻ ഒരു നീക്കവും ഉണ്ടായി. പക്ഷേ സാറ് തന്നെയാ ഇപ്പൊ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. ആ പയ്യനെ അവർ ദുബായിലേക്കും അയച്ചു. എന്നിൽ സാറിന് വലിയ വിശ്വാസമുണ്ട്. ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന വിശ്വാസത്തിലാ സാർ ഇതൊക്കെ ചെയ്യുന്നത്. വളരെ മാന്യനായ മനുഷ്യനാ വർമ്മ സാർ. അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള വില ശ്രുതിക്കും അറിയാവുന്നതാണ്. നാളെ DGP വരെ ആകേണ്ട മനുഷ്യനാ. പ്രായത്തിന്റെ ചാവല്യം കൊണ്ട് മകൻ ചെയ്ത തെറ്റിന് അദ്ദേഹത്തെ അവമാനിക്കാൻ പാടില്ല. എനിക്കറിയാം അമ്മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിരഞ്ജന ഈ വിഷയം കുത്തിപ്പൊക്കുമെന്ന്. നിരഞ്ജനയെ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. സ്നേഹയേക്കാൾ അവളുടെ കാര്യത്തിൽ ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുമുണ്ട്. അവളെ കൊണ്ടുപോയി അമ്മാളുവിനെ കാണിക്കരുതെന്ന് സ്നേഹ വിലക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അത് അവഗണിച്ചു കളഞ്ഞു. എനിക്ക് അവളൊരു ബാധ്യതയാവില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തെയാണ് നിരഞ്ജന തകർത്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. സിസേറിയൻ കഴിഞ്ഞാൽ അമ്മാളു രക്ഷപ്പെടുകയും ചെയ്യും. അതോടൊപ്പം മറുവശം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. മറിച്ച് സംഭവിച്ചാൽ അമ്മാളുവിന്റെ വിഷയം പുറം ലോകം അറിയാൻ പാടില്ല. അതിനൊരു ഉറപ്പ് നിരഞ്ജനയിൽ നിന്ന് സുധി വാങ്ങണം. ഞാനത് നിരഞ്ജനോട് സംസാരിക്കാം. പക്ഷേ ഫൈസി ഒന്നും മനസ്സിലാക്കണം. എന്റെ നിയന്ത്രണത്തിലല്ല അവള്. ആ കുഞ്ഞിന്റെ പ്രതീക്ഷയല്ല അവൾ എന്നോടൊപ്പം മുന്നോട്ട് പോകുന്നത്. അതെവിടെ വെച്ച് അവസാനിക്കുന്നുവോ ആ നിമിഷം അവൾ എൻ്റെ വീടിന്റെ പടിയിറങ്ങും. എല്ലാം ശുഭമായി പര്യവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഫൈസി. നീ അപ്പുറത്തോട്ട് മാറ്റി കിട്ടോ കേട്ടോ. ഇപ്പൊ വരാമേ. രാഘവ, ഇതാ ചന്ദ്രി, ആംബ്രോസിന്റെ മൂത്ത ചേച്ചിയാ. ആരാ ഇത്? എടി, ഇതാ രാഘവൻ. ഏത് രാഘവൻ? ചെവള രാഘവൻ. അയ്യോ, നീ എന്തിനാ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാനല്ലാതെ പിന്നെ ആരാടി ഇവിടെ വരേണ്ടത്? നീ നോക്കുന്ന പെണ്ണിനെ കെട്ടാൻ പോകുന്നത് ഞാനാ. എന്റെ ചെലവിലാ നീ അവളെ നോക്കുന്നത്. ഇവിടെന്താടി ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അവളൊരു പാവ രാഘവ, നീ അത് വിട്ടേക്ക്. നീ കേറി വാ, നമ്മുടെ സ്വന്തം വീട്. കേറി വാടാ. എന്തൊരു പോക്കണക്കേടാ അവള് കാണിച്ചത്. എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. വൃത്തികെട്ട അയാളുടെ നോട്ടം കാണണം. തൊലി ഉരിഞ്ഞു പോകും. അർച്ചനെ, ചെന്ന് നിന്നുവിട്. എന്തിനാ ചേച്ചി അയാളെ കൂട്ടിക്കൊണ്ടു വന്നത്? രാവിലെ മുതൽ വീട്ടിൽ വന്നിരിപ്പ. നിന്നെ കാണാതെ പോവില്ലെന്ന് വാശി പിടിച്ചിരുന്ന ഞാൻ എന്ത് ചെയ്യും? നീ എന്റെ വീട്ടിലേക്ക് അയാളെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അവൻ ഇവിടെ കണ്ടിട്ട് അങ്ങ് പൊയ്ക്കോളൂ. നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാണ് ചന്ദ്രി? മോടെ പ്രസവം കഴിയുന്നത് വരെ നമുക്ക് തഞ്ചത്തിൽ നിന്നേ പറ്റൂ. അവനെ ഒഴിവാക്കി വിടാനല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പ്രസവം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവന്റെ കണ്ണ് വെടിച്ച് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകത്തില്ലയോ? വാ, മോളെ ഒന്ന് കണ്ടാ മതി, അവനങ്ങ് പൊയ്ക്കോളൂ. വാ. വരുന്നുണ്ട്. നീ എന്താടി സമയത്തിന് ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? അന്ന് കണ്ടതിനേക്കാൾ ക്ഷീണിച്ചല്ലോ. ഇവിടെ നല്ല ആഹാരമൊന്നും കിട്ടുന്നില്ല നിനക്ക്. ഇവക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല. പിന്നെ ഡേറ്റായി വരുമല്ലയോ,
തീരെ വയ്യ ഇവക്ക്. ദേ, നീ ഇവിടെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് നിന്റെ കാര്യം നോക്കി പോയാൽ ശരിയാവില്ല. പെറ്റെണിക്കേണ്ട പെണ്ണാ. അല്ല, അതിനിപ്പോ ഞാനെന്ത് വേണമെന്നാ നീ പറയുന്നത്? പ്രസവം കഴിയുന്നവരെ ഇവളുടെ കാര്യം നോക്കി നീ ഇവിടെ തന്നെ നിൽക്കണം. അതിന് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ പറ, ഞാൻ തന്നേക്കാം. എനിക്ക് പോയത് ഇവളും കുഞ്ഞുവാ. ഹോസ്പിറ്റലിൽ മുറയ്ക്ക് പോകുന്നുണ്ടോടി? ഇല്ലെങ്കിൽ പറയണം. അതിന് നീ ഇവളെ പേടിക്കൊന്നും വേണ്ട. സമയാസമയം ഇവിടെ എൻ്റെ കാശ് മേടിക്കുന്നുണ്ട്. പിന്നെ നിന്റെ ചെലവിലല്ലേ ഞാൻ കഴിയുന്നത്. രാഘവ, വലിയ ആളാവാൻ നോക്കരുതേ. ഞാൻ പറഞ്ഞാൽ എന്താടി തെറ്റ്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിവിടെ അറിയിച്ചു കൊടുക്കണ്ടേ? ആ പിന്നെ, ഏത് ഹോസ്പിറ്റലാ പ്രസവം? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഓ, പെണ്ണിന് പേറ്റ് നോവായിട്ടാണ് ആശുപത്രി തീരുമാനിക്കുന്നേ. ദേ, ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ വല്ല സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോകാനാണ് നിന്റെ പ്ലാനെങ്കിൽ അത് നടക്കില്ല. ഏറ്റവും നല്ല പ്രൈവറ്റ് ആശുപത്രി വേണം പ്രസവം നടക്കാൻ. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ അതിനകത്തൊന്നും കയറി ഇടപെടണ്ട. നിന്നെ വന്ന് കണ്ട് നല്ല 2 വാക്ക് പറയണമെന്ന് കരുതിയാ വന്നത്. നീ ആരും ഇല്ലാത്തവളെന്ന് ചിന്തയൊന്നും വേണ്ട. ഞാനുണ്ട് നിനക്ക്. പറയുന്ന കേൾക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ എൻ്റെ പേര് തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ നിന്റെ കൊച്ചിൻ്റെ തന്ന ഞാൻ തന്നെ. ഡീ, നീ ആ ഓട്ടോയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുണ്ടോ? നിനക്ക് മക്കളെത്രയാടി? 2. നിന്റെ കെട്ടിയോൻ ചത്തുപോയ കാര്യമൊക്കെ കാർത്തിയാനി പറഞ്ഞു. നീ ഇവിടെ സ്വന്തം അനിയത്തിയെ പോലെ നോക്ക്. നിനക്ക് വേണ്ടുന്ന സഹായം ചെയ്തിട്ടേ ഇവിടെയും കൊച്ചിനെ ഞാൻ കൊണ്ടുപോകും. ആ, നിനക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാ. എല്ലാം സമയാസമയത്ത് കഴിച്ചോളണം. എന്നാ നമുക്ക് ഇറങ്ങാൻ രാഘവ. കട അടച്ചിട്ടിട്ടാ വന്നത്. ഞാൻ ഇറങ്ങട്ടെടി. നിന്നെ ഇവിടെ വന്ന് ആ രായപ്പനോ SP ഒന്നും ചെയ്യില്ല. ആര് വന്നാലും അവൻ്റെ മുഖത്ത് നോക്കി പറയണം, ഞാൻ ചെവള രാഘവന്റെ പെണ്ണാണെന്ന്. നീ സന്തോഷമായിട്ടിരിക്കും. പോട്ടടി ചന്ദ്രിക. പാടി.